വെൽക്കം ടു ദ വേൾഡ് ഓഫ് ന്യൂമറോളജി. സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിജിറ്റ് 9, 9, 18, 27 ഈ ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാരെ പറ്റിയാണ് പറയണത്. 9 വന്ന് ഗവേൺ ചെയ്യുന്നത് മാസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ. അപ്പോൾ അതൊരു ഫയറി പ്ലാനറ്റാണ്. എലിമെൻറ്റ് വന്ന് ഫയറാണ്. അപ്പം അതിൻ്റെ ക്വാളിറ്റീസും അതേപോലെ ഇരിക്കും. ദേഷ്യം, പെട്ടെന്നുള്ള ഔട്ട്ബേസ്റ്റുകൾ ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഇവർ നല്ല ഫ്രണ്ടാവും. പക്ഷേ ആർഗ്യുമെൻറ്റിലേക്ക് അവർക്ക് എത്തിക്കരുത്. ആർഗ്യുമെൻറ്റിലേക്ക് എത്തിയാൽ അവർ ചിലപ്പോൾ ഉടക്കും. അവർ നല്ല ഫ്രണ്ട് പോയിട്ട് നല്ല എനിമിയും ആയി പോകും. അതുകൊണ്ട് അധികം അവരെ ഈഗോ ഒന്ന് ഹേർട്ട് ചെയ്യാണ്ട് ഫ്രണ്ട്സ് കൊണ്ടുവന്നാൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഫയറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാരിയേഴ്സും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഫയറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫയർ സ്റ്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ 9ലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരെ ഫയറി നേച്ചറും ഇവരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് പാട്രിയോട്ടിസം ഉണ്ടാവും. അതുകൊണ്ട് അവർ ആർമിയിൽ, NGOസിൽ, എയർഫോഴ്സിൽ ഇതിലെല്ലാം എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, സർജൻസ്, ഈ ബ്ലഡ് വെച്ചിട്ടുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വരും. സർജറിയും അപ്പോൾ സർജൻസും ഡെൻറ്റിസ്റ്റും ഒക്കെ ആ കാറ്റഗറിയിൽ വരും. വേറെ ഒരു ക്യാരക്ടർ എന്താണ്, അവർ സ്പോർട്സിലും എക്സൽ ചെയ്യും. ഈ സ്പോർട്സിൽ എക്സൽ ചെയ്ത ആളെ പേര് പറയട്ടെ, PT ഉഷ, പിന്നെ സുരേഷ് റൈന. പിന്നെ വേറൊരു സൈഡ് നമ്മൾ കലാപരമായിട്ട് നോക്കുകയാണെങ്കിലും ആൾക്കാരുണ്ടാവും. ഇതിൽ ഞാൻ പറയുന്നത് അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, പ്രിയങ്ക ചോപ്ര, പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റാർ ബ്രൂസ് ലീ, ഇവരൊക്കെയാണ്. പിന്നെ ഇവരെ ലക്കി കളർ എന്താ, ഞാൻ പറഞ്ഞില്ല ഫയറിൻ്റെ ഇതാണ്. അപ്പോൾ അവരെ ലക്കി കളർ റെഡാണ്. പിന്നെ പിങ്കും യൂസ് ചെയ്യാം. പിന്നെ അവരെ ലക്കി ഡേ എന്താ, ട്യൂസ്ഡേ. പിന്നെ തേഴ്സ്ഡേയ്സും അവർക്ക് പറ്റും, സൺഡേയ്സും പറ്റും. പിന്നെ അവരെ ലക്കി നമ്പേഴ്സ് എന്താ, 1, 3 and 9 അല്ലേ. അപ്പോൾ ഒരു ലക്കി നമ്പറും കൂടിയാണ്. പക്ഷെ അവർ ആങ്കറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അവരെ ഇതിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിനും ബെസ്റ്റ് ആളാണ്. അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനും നല്ല കഴിവുണ്ടാവും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.